അമേരിക്കയും ചൈനയും ഉൾപ്പെടെയുള്ള ലോകത്തിലെ വൻ ശക്തികൾ സാമ്പത്തിക മാന്ദ്യത്തെ പേടിച്ച് വിറച്ചു നിൽക്കുമ്പോൾ ലോകത്തിലെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ഇതാ ഇന്ത്യയുടെ വമ്പൻ കുതിപ്പ്. ഇന്ത്യ തളർന്നു പോകും എന്ന് പ്രവചിച്ച വിദേശ സാമ്പത്തിക വിദഗ്ധരുടെ മുഖത്തടിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ എന്ന കിരീടം യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ ഇന്ത്യ വീണ്ടും ഉറപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അതായത് 2026 മാർച്ച് പാദത്തിലെ ഇന്ത്യയുടെ GDP വളർച്ച 7.8%. എന്താണ് ഇതിന്റെ പ്രാധാന്യം എന്നറിയാമോ? ആഗോള സാമ്പത്തിക വിദഗ്ധരും സാക്ഷാൽ റിസർവ് ബാങ്ക് പോലും നമ്മൾ 7 അല്ലെങ്കിൽ 7.6% മാത്രമേ എത്തൂ എന്ന് പ്രവചിച്ചെടുത്താണ് എല്ലാ കണക്കുകൂട്ടലുകളെയും കാറ്റിൽ പറത്തി നമ്മൾ 7.8 എന്ന വമ്പൻ റെക്കോർഡിലേക്ക് കുതിച്ചെത്തിയത്. നമ്മുടെ രാജ്യം ലോകം വിചാരിച്ചതിനേക്കാൾ വളരെ വേഗത്തിൽ സാമ്പത്തികമായി ശക്തി പ്രാപിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണത്. ഇത് ശരിക്കും എത്ര വലിയ നേട്ടമാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ മറ്റു വൻകിട രാജ്യങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ കൂടി നമ്മൾ നോക്കണം. നമ്മളെ എപ്പോഴും ഉപദേശിക്കാൻ വരുന്ന അമേരിക്കയുടെ വളർച്ച വെറും 1.6%. സാമ്പത്തിക ഭീമനായ ചൈനയ്ക്ക് 5% മാത്രം. ജർമ്മനിയും UK ഒക്കെ 1% താഴെയാണ്. ഫ്രാൻസിലാണെങ്കിൽ വളർച്ച പോയിട്ട് ഉള്ളത് താഴോട്ട് പോകുന്ന അവസ്ഥയാണ്. വൻ ശക്തികൾ എന്ന് അഹങ്കരിക്കുന്ന ഈ രാജ്യങ്ങളെയൊക്കെ ബഹുദൂരം പിന്നിലാക്കിയാണ് ഇന്ത്യ ഇപ്പോൾ ലോകത്തിന്റെ സാമ്പത്തിക ഭൂപടത്തിൽ അശ്വമേധം നടത്തുന്നത്. ഈ 7.8% എന്നത് വെറും ഒരു നമ്പറല്ല. ഇതിനർത്ഥം ഇന്ത്യയിൽ നിർമ്മാണ മേഖലയും വാഹന വിപണിയും സർവീസ് സെക്ടറുമെല്ലാം അതിവേഗം വളരുകയാണ് എന്നാണ്. ഇത് ശക്തമായിട്ടുള്ള ഭരണ നേതൃത്വത്തിന്റെ കൃത്യമായിട്ടുള്ള സാമ്പത്തിക നയങ്ങളുടെ വിജയമാണ് സൂചിപ്പിക്കുന്നത്. രാജ്യത്ത് തൊഴിലില്ല, സാമ്പത്തിക തകർച്ചയാണ് എന്നൊക്കെ നിരന്തരം വിലപിക്കുന്ന പ്രതിപക്ഷത്തിനും വിമർശകർക്കും കിട്ടിയ കനത്ത പ്രഹരം കൂടിയാണിത്. ലോകം മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുമ്പോഴും ഇന്ത്യ മാത്രം ഒരു പോറലുമേൽക്കാതെ മുന്നോട്ട് കുതിക്കുകയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ ഇന്ത്യ മറ്റുള്ള രാജ്യങ്ങൾക്ക് പുറകിൽ കൈകെട്ടി നിൽക്കുന്ന രാജ്യമല്ല, മറിച്ച് ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ തോളിലേറ്റി മുന്നോട്ട് നയിക്കുന്ന യഥാർത്ഥ വിശ്വഗുരുവായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഇന്നത്തെ കാലം നൽകുന്ന ഏറ്റവും വലിയ മറുപടിയാണ് ഇന്ത്യയുടെ ഈ സാമ്പത്തിക കുതിപ്പ്. വരും കാലം ഇന്ത്യയുടേതാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.